വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ റെക്കോർഡ്സ്. ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഗോൾസ് നേടിയ ഫുട്ബോളർ റൊണാൾഡോ ആണ്. പോർച്ചുഗലിനായി റൊണാൾഡോ 140-ലധികം ഗോളുകൾ നേടിയിട്ടുണ്ട്. സെക്കൻഡ് പ്ലേസ് മെസ്സിയാണ്. അദ്ദേഹത്തിന് 115-ലധികം ഇന്റർനാഷണൽ ഗോൾസ് ഉണ്ട്. അതായത് അവരുടെ കൺട്രിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പ്ലെയർ ഇന്നും റൊണാൾഡോ തന്നെയാണ്. നമ്മുടെ ഈ ലോകത്തെ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ അവാർഡ് ബാലൻ ഡോർ അവാർഡാണ്. ഓരോ വർഷവും ഈ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിന് ഈ അവാർഡ് കൊടുക്കും. ബാലൻ ഡോർ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ മെസ്സിയോ റൊണാൾഡോ അല്ല, ഇംഗ്ലണ്ട് പ്ലെയറായ മൈക്കൽ ഓവൻ ആണ്. 2001 വെറും 22 വയസ്സും 4 മാസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം ബാലൻ ഡോർ നേടി. എന്നാൽ അതേ സമയത്ത് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ബാലൻ ഡോർ അവാർഡ് വാങ്ങിച്ച പ്ലെയർ മെസ്സിയാണ്. മെസ്സിക്ക് 8 പ്രാവശ്യം ബാലൻ ഡോർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ റൊണാൾഡോയ്ക്ക് വെറും 5 കിട്ടിയിട്ടുള്ളൂ. വേൾഡ് കപ്പില് ഏറ്റവും കൂടുതൽ ഗോൾസ് അടിച്ച പ്ലെയർ റൊണാൾഡോയോ മെസ്സിയോ ഇവരാരുമല്ല, ജർമ്മനി പ്ലെയറായ മിറോസ്ലാവ് ക്ലോസെയാണ്. അദ്ദേഹം വേൾഡ് കപ്പില് ടോട്ടലി 16 ഗോൾസ് അടിച്ചിട്ടുണ്ട്. എന്നാൽ മെസ്സി വേൾഡ് കപ്പില് ടോട്ടലി 13 ഗോൾസും റൊണാൾഡോ 8 ഗോളുമാണ് അടിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം വേൾഡ് കപ്പ് ജയിച്ച ഏക പ്ലെയർ ബ്രസീലിയൻ പ്ലെയറായ പെലെയാണ്. 1958, 1962, 1970 എന്നീ 3 വർഷങ്ങളിലെ വേൾഡ് കപ്പ് അദ്ദേഹം സ്വന്തമാക്കി. ഇതുവരെ വേറെ ഒരു പ്ലെയറിനും 3 വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല. വേൾഡ് കപ്പ് ഫൈനലിൽ ഗോൾ അടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറും ബ്രസീലിയൻ പ്ലെയറായ പെലെ തന്നെയാണ്. 1958 സ്വീഡനെതിരെ ഗോൾ നേടിയപ്പോ അദ്ദേഹത്തിന് വെറും 17 വയസ്സായിരുന്നു. ഇത്രയും റെക്കോർഡുകൾ പെലെയിനുണ്ടെങ്കിലും പെലെയുടെ റെക്കോർഡിനെ തകർത്ത ഒരു ബ്രസീലിയൻ പ്ലെയർ ഉണ്ട്. അതാണ് നെയ്മർ. ബ്രസീലിന് വേണ്ടി പെലെ 77 ഗോളുകൾ നേടിയിരുന്നു. പക്ഷെ പിന്നീട് നെയ്മർ ആ റെക്കോർഡിനെ മറികടന്ന് 79 ഗോളുകളിലെത്തി. ഇപ്പോ ബ്രസീലിന്റെ ഓൾ ടൈം ലീഡിംഗ് സ്കോറർ നെയ്മർ ആണ്. ഒരു ഗോൾ കീപ്പർ 100-ലധികം ഗോളുകൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബ്രസീൽ ഗോൾ കീപ്പറായ റുജേരിയോ സെനി ഫ്രീ കിക്കുകളിലും പെനാൽറ്റികളിലുമായി അദ്ദേഹം 100-ലധികം ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ഗോൾ കീപ്പർ ഇന്നും അദ്ദേഹം തന്നെയാണ്. വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗോൾ അടിച്ച വ്യക്തി ടർക്കി പ്ലെയറായ ഹാക്കൻ സുഹൂർ ആണ്. 2002 സൗത്ത് കൊറിയക്കെതിരെയുള്ള മാച്ച് തുടങ്ങി വെറും 11 സെക്കൻഡ്സ് ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഗോൾ അടിച്ചു. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ഒരു മാച്ച് ഓസ്ട്രേലിയ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മാച്ച് ആയിരുന്നു. ആ മാച്ചില് ഓസ്ട്രേലിയ 7 ഗോൾസും സ്വിറ്റ്സർലാൻഡ് 5 ഗോൾസും ആണ് അടിച്ചിരുന്നത്. സോ ടോട്ടലി അവർ ഒറ്റ ഗെയിമില് ഏകദേശം 12 ഗോൾസ് ആണ് വീണ്. അതേപോലെ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഗോൾ ഡിഫറൻസിൽ ജയിച്ച ടീം ഹംഗേറിയാണ്. 1982 ഹംഗേറി എൽ സാൽവഡോറിനെ 10-1 തോൽപ്പിച്ചു. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് മാച്ചസിനെ കളിച്ച പ്ലെയർ മെസ്സിയാണ്. 2022 വേൾഡ് കപ്പ് അവസാനിച്ചപ്പോ മെസ്സി 26 വേൾഡ് കപ്പ് മാച്ചസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റൊണാൾഡോ വെറും 22 കളിച്ചിട്ടുള്ളൂ. ഇതുവരെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് അടിച്ച വ്യക്തി മെസ്സിയാണ്. 2012 മെസ്സി 91 ഗോളുകൾ നേടി. അതായത് ഏകദേശം ഓരോ 4 ദിവസത്തിനും ഒരു ഗോൾ എന്ന കണക്ക്. ഒരു ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പ്ലെയറും മെസ്സിയാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം 672 ഗോളുകൾ നേടി. പല പ്ലേയേഴ്സിന്റെയും ലൈഫ് ടൈം കരിയറിലെ ഗോളുകളെക്കാളും കൂടുതലാണ് ഇത്. വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പ്ലെയർ മെസ്സിയാണ്. 2022 വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ അദ്ദേഹം 26 മത്സരങ്ങൾ കളിച്ചു. അതേപോലെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്റ്റേഡിയത്തിൽ കളിച്ച പ്ലെയറും മെസ്സിയാണ്. 2022 വേൾഡ് കപ്പിന്റെ സമയത്ത് അദ്ദേഹം 2300 മിനിറ്റുകൾക്ക് അധികം കളിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയ പ്ലെയറും മെസ്സിയാണ്. അദ്ദേഹം 11 തവണ ഈ പുരസ്കാരം സ്വന്തമാക്കി. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഫുട്ബോളിലെ ഏറ്റവും വലിയ അവാർഡായ ബാലൻ ഡോർ അവാർഡ് എന്ന അവാർഡിനെ ഏറ്റവും കൂടുതൽ തവണ നേടിയ താരവും മെസ്സിയാണ്. അദ്ദേഹം ഈ അവാർഡ് 8 തവണ സ്വന്തമാക്കി. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒഫീഷ്യൽ ഗോൾസ് നേടിയ പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. റൊണാൾഡോ ഇതിനോടകം 900-ലധികം ഗോൾസ് നേടിക്കഴിഞ്ഞു. അവരുടെ കൺട്രിക്ക് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഗോൾസ് നേടിയ താരവും റൊണാൾഡോ തന്നെയാണ്. പോർച്ചുഗലിന് വേണ്ടി അദ്ദേഹം 140-ലധികം ഗോൾസ് നേടി. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മാച്ചസ് കളിച്ചതും റൊണാൾഡോ ആണ്. പോർച്ചുഗലിന് വേണ്ടി അദ്ദേഹം 220-ലധികം മാച്ചസ് കളിച്ചിട്ടുണ്ട്.
വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ 5 ഡിഫറെന്റ് വേൾഡ് കപ്സിൽ ഗോൾ അടിച്ച ആദ്യത്തെ പ്ലെയർ റൊണാൾഡോ ആണ്. 2006, 2010, 2014, 2018 പിന്നെ 2022 വേൾഡ് കപ്പുകളിൽ അദ്ദേഹം ഗോൾ നേടി. ഇപ്പൊ എന്തായാലും 2026 ഉണ്ട്. ഫുട്ബോളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും റൊണാൾഡോ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് അച്ചീവ് ചെയ്ത ഏക വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അദ്ദേഹം യുവ ക്രിസ്ത്യാനോ എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെറും 1.5 മണിക്കൂറിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടി. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് അടിച്ച പ്ലെയർ റൊണാൾഡോ ആണ്. അദ്ദേഹം 140 ഗോൾസ് അടിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് നേടിയ പ്ലെയറും റൊണാൾഡോ തന്നെയാണ്. UEFA യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലും ഏറ്റവും കൂടുതൽ ഗോൾസ് നേടിയ പ്ലെയർ റൊണാൾഡോ തന്നെയാണ്. അദ്ദേഹം 14 ഗോളുകൾ നേടി. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മാച്ചസ് ജയിച്ച പ്ലെയറും റൊണാൾഡോ ആണ്. അതേപോലെ ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹാട്രിക്കുകൾ നേടിയ പ്ലെയറും റൊണാൾഡോ തന്നെയാണ്. 2018 വേൾഡ് കപ്പിൽ സ്പെയിനിനെതിരെ ഹാട്രിക് നേടിയ റൊണാൾഡോ വേൾഡ് കപ്പ് ഹാട്രിക് നേടിയ ഏറ്റവും പ്രായമുള്ള താരമായിട്ട് മാറി. ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് നേടിയ പ്ലെയർ നെയ്മർ ആണ്. പതിറ്റാണ്ടുകളോളം ആ റെക്കോർഡ് ഫുട്ബോൾ ഇതിഹാസമായ പെലെയുടെ പേരിലായിരുന്നു. പെലെ ബ്രസീലിന് വേണ്ടി 77 ഗോളുകൾ നേടി. എന്നാൽ പിന്നെ നെയ്മർ ആ റെക്കോർഡ് മറികടന്ന് ബ്രസീലിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററായി. ബാർസലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ നെയ്മർ ഒരു മാച്ചിൽ വെറും 13 മിനിറ്റിനുള്ളിൽ 4 ഗോൾസ് നേടി. രായോ വലക്കാനോക്കെതിരെയായിരുന്നു ഈ റെക്കോർഡ്. 28 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ബ്രസീലിന് വേണ്ടി 100ഓളം മാച്ചസിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലേയേഴ്സിൽ ഒരാളും നെയ്മറാണ്. ബ്രസീൽ 5 തവണ വേൾഡ് കപ്പ് നേടിയെങ്കിലും ഒരു ഫുട്ബോൾ ഗോൾഡ് മെഡൽ പോലും നേടിയിരുന്നില്ല. എന്നാൽ 2016 നെയ്മറുടെ ക്യാപ്റ്റൻസിയിൽ ബ്രസീൽ അവരുടെ ആദ്യ ഒളിമ്പിക് ഫുട്ബോൾ ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വില കൂടിയ ട്രാൻസ്ഫറിന്റെ റെക്കോർഡ് ഉള്ളതും നെയ്മറുടെ പേരിലാണ്. 2017 ബാഴ്സലോണയിൽ നിന്ന് PSG നെയ്മർ മാറിയപ്പോ 222 മില്യൺ യൂറോ ആണ് PSG ചെലവഴിച്ചത്. ഇതുവരെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു പ്ലെയറിന് വേണ്ടിയിട്ടും ഒരു ക്ലബും ഇത്രയും വലിയ തുക മുടക്കിയിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വേൾഡ് കപ്പ് ജയിച്ച കൺട്രി ബ്രസീലാണ്. അവര് 5 പ്രാവശ്യം വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. ജർമ്മനി ആൻഡ് ഇറ്റലിയാണ് സെക്കൻഡ് പ്ലേസ്. അവർ രണ്ടുപേരും 4 തവണ വീതം ജയിച്ചിട്ടുണ്ട്. തേർഡ് പ്ലേസിൽ അർജന്റീനയാണ് 3 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അതല്ല, റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇതുവരെ ഒരു വേൾഡ് കപ്പിൽ പോലും ജയിച്ചിട്ടില്ല. ഈ വർഷം ആര് വേൾഡ് കപ്പ് ജയിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് സെക്ഷനിൽ പറയുക.